കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം മഹത്വപ്പെടുമാറാകട്ടെ. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇന്നും നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ഞങ്ങളെ ഇവിടെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി അതേ പാടുമ്പോൾ തന്നെ നിങ്ങളും നിങ്ങളിരിക്കുന്ന ഏത് സ്ഥലത്താണോ അവിടെ ആയിരിക്കുന്നിടത്ത് ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. അതെ, കർത്താവ് മാത്രമേ നമുക്ക് ഈ ലോകത്ത് സന്തോഷം തരാനുള്ളൂ. കർത്താവിൽ കൂടി മാത്രമേ നമുക്കൊരു സന്തോഷമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഉള്ള ധനവും മാനവും ഈ ലോകത്തിലെ മഹിമകളൊന്നും നമുക്ക് ശാന്തി നൽകുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഒരു സമാധാനം മാത്രമാണ്, ദൈവത്തിൻ്റെ സന്തോഷമാണ് നമ്മുടെ ഉള്ളത്തിലെ അധികം സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പാട്ട് നമുക്ക് പാടാം. ഒന്നേ ഉള്ളു എനിക്ക് ആനന്ദമുലകിൽ എന്ന ഒരു പഴയ പാട്ട് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവിൻ സന്നിധി അണയുവതേ, ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ, ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. മാനം ധനമീ മന്നിൻ മഹിമകളെന്നും ശാന്തിയെ നൽകാതെ, മാനം ധനമീ മന്നിൻ മഹിമകളെന്നും ശാന്തിയെ നൽകാതെ, ദാഹം പെരുകും തണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക. ദാഹം പെരുകും തണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ, ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. നീർത്തോടുകളിൽ മാനേ പോലൻ മാനസമീശനിൽ സുഖം തേടി, നീർത്തോടുകളിൽ മാനേ പോലൻ മാനസമീശനിൽ സുഖം തേടി, വറ്റാ ജീവജലത്തിൻ നദിയൻ വറുമയകറ്റി നിർവൃതിയരുളി. വറ്റാ ജീവജലത്തിൻ നദിയൻ വറുമയകറ്റി നിർവൃതിയരുളി. ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ, ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. കൽവരിവേദിയിൽ കുരികിലും നീവലും വീടും കൂടും കണ്ടതുപോ, കൽവരിവേദിയിൽ കുരികിലും നീവലും വീടും കൂടും കണ്ടതുപോൽ. എൻ ബലമാം സർവേശ്വരനിൽ
യേശുവിൻ സന്നിധി അണയുവതേ ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ ഒന്നേയുള്ളെനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പതിവ് പോലെ ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ച വിഷയങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് 8-ാമത്തെ വാക്യത്തെ പറ്റി ഒന്ന് ചിന്തിക്കാം, അല്പം ചിന്തിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ആദ്യം ആ 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എങ്കിലും ഇതൊക്കെയും ഈറ്റനോവിൻ്റെ ആരംഭമത്രേ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഒന്നുകൂടെ വായിക്കാം. എങ്കിലും ഇതൊക്കെയും ഈറ്റനോവിൻ്റെ ആരംഭമത്രേ. അതേ, സ്തോത്രം. ഒരു മനുഷ്യജീവൻ മാതാവിൻ്റെ ഉദരത്തിൽ വളർന്ന് വികാസം പ്രാപിച്ച് ഒരു നാൾ പുറം ലോകത്ത് എത്തുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. എന്നാൽ ആകർഷകമായ മറ്റൊരു വസ്തുതയുണ്ട്. ഒരു ശിശു മാതാവിൻ്റെ ഉള്ളിൽ 9 മാസം വളർന്ന് വികാസം പ്രാപിച്ചു കൊണ്ടിരിക്കുകയും മാതാവ് തൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെട്ട് ഓടി നടക്കുകയും ചെയ്യുമ്പോൾ ഒന്നും തന്നെ എപ്പോഴാണ് തനിക്ക് പ്രസവവേദന തുടങ്ങുക എന്നതിൻ്റെ നേരിയ സൂചന പോലും അത് പെട്ടെന്ന് തുടങ്ങുന്നത് വരെ അവൾ അനുഭവിക്കുന്നില്ലെന്നുള്ളതും മറ്റൊരു അതിശയമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവൾക്ക് നിരവധി സൂചനകൾ ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ വേദന തുടങ്ങുന്നത് തന്നെ വളരെ സാവകാശത്തിലായിരിക്കും. ഇത് പ്രസവ സമയത്തെ തീവ്രവേദന ആരംഭിക്കുന്നതിൻ്റെ കുറച്ച് മുൻപ് തന്നെ ആയിരിക്കും. ഈ ചെറിയ വേദന വരുന്നതിൻ്റെ ഒരു സമാനതയാണ് ഇവിടെ യേശുക്രിസ്തു ഭൂമിയിൽ ഉണ്ടാകുന്നതായ അനർത്ഥങ്ങളെപ്പറ്റി മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ സൂചിപ്പിക്കുമ്പോൾ വെളിപ്പെടുത്തുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ഒലിവുമല സംഭാഷണത്തിൻ്റെ ആദ്യ ഭാഗം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. ഈ കാര്യങ്ങൾ മറ്റാരെക്കാട്ടിലും പ്രത്യേകം താല്പര്യമെടുത്ത് മത്തായി രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ അതിശയിക്കാനൊന്നുമില്ല. കാരണം മത്തായിയുടെ സുവിശേഷം മറ്റുള്ളവരെക്കാൾ ജൂത കേന്ദ്രീകൃതമാണ് എന്ന് ഒരു അർത്ഥത്തിൽ പറയാം. അത് ഒരു യഹൂദന് വേണ്ടി യേശുക്രിസ്തു അവർ കാത്തിരുന്ന മശിഹയാണെന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് എഴുതിയത്. അതുകൊണ്ടാണ് ഇവ മത്തായി രേഖപ്പെടുത്തിയതിൽ അതിശയമില്ലെന്ന് പറയാൻ കാരണം. അന്ത്യകാലത്ത് തൻ്റെ ജനത്തിന് സംഭവിക്കുന്നതായ കാര്യങ്ങൾ മുൻകൂട്ടി രേഖപ്പെടുത്തി വെക്കേണ്ടത് ഒരു യഹൂദൻ എന്ന നിലയിൽ മത്തായിയുടെ ഉത്തരവാദിത്വങ്ങളും കടമയും ആയിരുന്നു. ഈ പ്രഭാഷണത്തിൻ്റെ കേന്ദ്ര വിഷയം ദൈവം തൻ്റെ ജനവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുവാൻ നിശ്ചയിച്ചിട്ടുള്ള പദ്ധതികളുടെയും ദൈവരാജ്യ സ്ഥാപനത്തെ പറ്റിയുള്ള വിശദീകരണവുമായി 4 മുതൽ 8 വരെയുള്ള ഭാഗത്ത് കർത്താവ് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇത് പ്രസവവേദനയുടെ ആരംഭം അഥവാ അനർത്ഥ്യ ഹേതുവിൻ്റെ തുടക്കം എന്നറിയപ്പെടുന്നത് പീഡനകാലം എന്നുള്ളത് അക്കാലത്ത് ജീവിക്കുന്ന ജൂതന്മാർ നേരിടേണ്ടി വരുന്നതുമായ വിവരണാതീതമായ വേദനയും സങ്കടവും അനർത്ഥവും അനുഭവിക്കേണ്ടതായി വരുന്ന കാലമാണ്. അന്ന് അവർ മറ്റ് സമൂഹങ്ങളാൽ വെറുക്കപ്പെടും, പീഡിപ്പിക്കപ്പെടും, നിന്ദിക്കപ്പെടും, വധിക്കപ്പെടും. എന്നാൽ കാലക്രമേണ അവർ മാനസാന്തരപ്പെട്ട് യേശുവിനെ അംഗീകരിച്ച് മോചിതരാകും. ഇവിടെ
മഹോപദ്രവ കാലത്ത് മാനസാന്തരപ്പെട്ട് കാലക്രമേണ യേശുവിനെ സ്വീകരിക്കും എന്ന് പറഞ്ഞത് യഹൂദന്മാരെ പറ്റിയാണ്. അവർക്ക് മാത്രമാണ് ഇനിയൊരു രക്ഷയുള്ളത്. എന്നാൽ യഹൂദന്മാരല്ലാത്ത ആൾക്കാർക്ക് ഇനിയൊരു രക്ഷയുണ്ട് എന്ന് ചില പഠിപ്പിക്കലും ഇന്ന് നാം കണ്ടുവരുന്നുണ്ട്. അത് ദൈവവചനത്തിന് വിരുദ്ധമാണ്. അതുപോലെ തന്നെ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിന് ശേഷമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെന്നും ദൈവസഭ മഹോപദ്രവത്തിൽ കൂടി കടന്നു പോകുമെന്നും ചില പഠിപ്പിക്കലുകളുണ്ട്. അത് ദൈവവചനത്തിന് വിരുദ്ധമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിനെ ഹൃദയത്തിൽ സ്ഥാപിച്ച ഒരു വ്യക്തി ഉറപ്പായിട്ടും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ എടുക്കപ്പെടും. ആ വരവി കഴിഞ്ഞിട്ടേ ഉള്ളൂ മഹോപദ്രവകാലം. കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതൽ, അല്ലെങ്കിൽ കർത്താവിനെ ഹൃദയത്തിൽ സ്ഥാപിച്ച ഒരു ദൈവ പൈതലിന് ഒരിക്കലും മഹോപദ്രവത്തിൽ പോകുവാൻ ഇടവരത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ പഠിപ്പിക്കലൊക്കെ ദുരുപദേശമാണ്. ഹല്ലേലൂയ. അഥവാ നിങ്ങൾക്ക് അതിനെപ്പറ്റി അങ്ങനെ അതെന്നാ അതിൻ്റെ ഒരു റെഫറൻസ് തരാമോ എന്ന് ചോദിച്ചാൽ എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി. ഞാൻ ആ റെഫറൻസ് സഹിതം നിങ്ങളെ മനസ്സിലാക്കി തരാം. അതുകൊണ്ട് ഒരിക്കലും പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ ഒരു ഹസ്ബൻഡ് ആകാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു ഭർത്താവ് ആകാൻ പോകുന്ന ഒരു പുരുഷൻ ശരിക്കും ഒരു സ്ത്രീയെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഉറച്ചു വെച്ചതിന് ശേഷം പിന്നെ ആ സ്ത്രീയെ ആരെങ്കിലും വേദനിപ്പിക്കുന്ന വാക്കുകളോ അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുവാൻ ഒരു ഉത്തമനായ ഭർത്താവാകാൻ പോകുന്ന വ്യക്തി ഒരിക്കലും അതെ സമ്മതിക്കത്തില്ല. അവരെ പീഡിപ്പിക്കുന്ന ഒരു തരത്തിലും ആരെങ്കിലും കഷ്ടപ്പെടുത്തുന്ന തരത്തിൽ വിട്ടുകൊടുക്കുവാൻ ആ ഹസ്ബൻഡ് ആകാൻ പോകുന്ന പുരുഷൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ മണവാളനാകുന്ന ക്രിസ്തു, അതെ ക്രിസ്തു മണവാളനും സഭ കാന്തയാണ്, സഭ കാന്തയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കർത്താവിൻ്റെ മണവാട്ടിയ സഭയെ ഒരിക്കലും പീഡനകാലത്തിന് അനുവദിച്ചു കൊടുക്കത്തില്ല. ദൈവസഭ ഒരിക്കലും പീഡിപ്പിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് മഹോപദ്രവത്തിന് മുൻപായിരിക്കും ഹല്ലേലൂയ സഭ എടുക്കപ്പെടും. സഭ എടുക്കപ്പെട്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ മഹോപദ്രവം. അതുകൊണ്ട് ആ ഒരു തെറ്റായ ധാരണ ആർക്കും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ശരിക്കും ദൈവസഭ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കൈവിടപ്പെട്ടവരാണ് കിടക്കുന്നത്. പിന്നെ ഉള്ള രക്ഷ യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ. ആ യഹൂദന്മാർക്കുള്ള രക്ഷയില്ല. പിന്നെ എന്നാൽ ഇനിയും യഹൂദന്മാരുടെ കൂട്ട് ഞങ്ങൾക്ക് കൊണ്ടുവരില്ല ഒരു രക്ഷ. നോ, ഇനി ഒരു രക്ഷയില്ല. നമുക്ക് രണ്ടാമത്തെ വരവിൽ കർത്താവ് സഭയെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ യഹൂദന്മാർക്കല്ലാത്തവർക്ക് ഒരിക്കലും രക്ഷയില്ല. അതുകൊണ്ട് അതിനു മുമ്പ് നമ്മൾ കർത്താവിനെ സ്ഥാപിച്ച് അല്ലെങ്കിൽ കർത്താവുമായുള്ള ആഴമായ ബന്ധത്തിൽ പോകുവാൻ എത്രയും പെട്ടെന്ന് ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ തന്നെ ഇവിടെ കർത്താവ് പ്രയോഗിക്കുന്ന പ്രസവവേദനയുടെ ആരംഭം എന്ന പദം ഈ സന്ദർഭത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ചിത്രവും ഇതൊരു നല്ല സാദൃശ്യവുമാണ്. പ്രാരംഭഘട്ടത്തിൽ ഇത് വളരെ വേദനാജനകവും സങ്കടകരമായ ഒരു സ്ഥിതിവിശേഷമാണെങ്കിലും അതിൻ്റെ അന്തിമ ഫലം തികച്ചും ആനന്ദമായിരിക്കും. ഇവിടെ കർത്താവ് കൂടുതലായി ശ്രദ്ധ നൽകുന്നത് യഹൂദ ജനത്തെയും അവർ നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങളെക്കുറിച്ചുമാണ്. എന്നാൽ ഈ ദുരനുഭവങ്ങൾ അവരെ മാത്രം ബാധിക്കുന്നതാണ് എന്ന ചിന്താഗതി ശരിയല്ല. ഇതിൻ്റെ ആഘാതം അന്ന് ജീവിക്കുന്ന സകല ജനത്തെയും ബാധിക്കുന്നതാണ്. എന്ന് വെച്ചാൽ കൈവിടപ്പെട്ടു പോയവരുടെ കാര്യമായി പറയുന്നത്. ആ കാര്യങ്ങളെപ്പറ്റി ഇവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അക്കാലത്ത് ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരും ഇവയൊക്കെയും അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. സംഘർഷങ്ങളും വേദനയും അനുഭവിക്കുന്നത് യഹൂദൻ മാത്രമല്ല. തൽസംബന്ധമായി വെളിപ്പാട് പുസ്തകം കൂടുതൽ വെളിച്ചം നൽകുന്നുണ്ട്. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ ഈ സംഭവ പരമ്പരയുടെ വിശദാംശങ്ങളുണ്ട്. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പകുതിയിലധികം ഭാഗവും യേശുക്രിസ്തുവിൻ്റെ ജീവിതകാലത്തെ അവസാന കാഴ്ചയിലെ കാര്യങ്ങൾ രേഖപ്പെടുത്തുവാനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ ദാനിയേൽ പ്രവാചകൻ രേഖപ്പെടുത്തിയ മഹത്തായ പ്രവചനപ്രകാരമുള്ള ആഴ്ചയെപ്പറ്റിയുള്ള വിവരണത്തിനാണ്
പകുതിയിലധികവും പുറങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. ദാനിയേൽ 9 അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഗബ്രിയേൽ ദാനിയേലിനോട് പറഞ്ഞത് 490 വർഷം ദൈവം ഇസ്രായേലിൻ്റെ കാര്യത്തിൽ സജീവ ശ്രദ്ധ നൽകുമെന്നാണ്. പ്രസ്തുത കാലാവധി കഴിയുമ്പോൾ ഇസ്രായേലിയർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുർഘടങ്ങൾക്ക് ഒരു അറുതി വരും. ഈ 490 വർഷങ്ങളുടെ അന്തിമഘട്ടത്തിൽ അവർക്ക് കഠിന ശോധനയിൽ നിന്നൊരു മോചനം ലഭിക്കും. അവർ നിത്യമായ നീതിക്ക് അവകാശികളാകും. ഈ കണക്കും പ്രകാരമുള്ള 483 വർഷങ്ങൾ നാളിതുവരെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അവശേഷിക്കുന്നത് അവസാന 7 വർഷം. അതായത് ദാനിയേൽ 9:27 അനുസരിച്ച് ഈ കാലഘട്ടം ആരംഭിക്കുന്നത് വരുവാനിരിക്കുന്ന പ്രഭു അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ ആഗമനത്തോടു കൂടിയായിരിക്കും. ഈ സമയത്ത് യഹൂദന്മാർ എതിർ ക്രിസ്തുവുമായി ചില കരാറുകൾ ഏർപ്പെടും. എന്നാൽ അത് 3.5 വർഷം മാത്രമേ പ്രാബല്യത്തിലുണ്ടാകുകയുള്ളൂ. ഹല്ലേലൂയ. കാരണം എതിർ ക്രിസ്തു അത് റദ്ദ് ചെയ്ത് കാലഹരണപ്പെടുത്തി അതിൽ നിന്നും പിന്മാറും. യഹൂദന്മാരുടെ യാഗങ്ങളും ആരാധനയും നിരോധിക്കപ്പെടും. 2 തെസ്സലോനിക്കർ, വെളിപ്പാട് എന്നീ ഗ്രന്ഥങ്ങളിലെ വിവരണപ്രകാരം തന്നെ ആരാധിക്കണമെന്ന് ആജ്ഞാപിക്കും. ഈ നീക്കത്തെ ഇസ്രായേലിയർ നഖശിഖാന്തം എതിർക്കും. ഇതിൻ്റെ ഫലമായി അവർ എതിർ ക്രിസ്തുവിനാൽ യാതൊരുവിധമായ ദയാദാക്ഷിണ്യവും ലഭിക്കാതെ കഠിനമായി പീഡിപ്പിക്കപ്പെടും. ഈ 7 വർഷങ്ങളും അരങ്ങേറുന്ന വസ്തുതകളെ പറ്റിയുള്ള വിവരണങ്ങൾ നമുക്ക് വെളിപ്പാട് പുസ്തകം 6 അധ്യായം മുതൽ 18 വരെയുള്ള അതേ അധ്യായങ്ങൾ കാണാവുന്നതാണ്. ഇവിടെ നാം മരണം, പാതാളം, ക്ഷാമം, വിവിധ തരം രോഗങ്ങൾ തുടങ്ങിയവയെപ്പറ്റി കാണുന്നു. ഇതേ ശൈലി തന്നെയാണ് മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൽ പറയുന്നത്. വെളിപ്പാട് പുസ്തകം 6 അധ്യായത്തിലെ ആദ്യ 4 മുദ്രകൾ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമാക്കുന്നത് പ്രസ്തുത വിവരണങ്ങൾ രണ്ടും 7 വർഷം നീണ്ടു നിൽക്കുന്ന ദുരന്തകാലത്തിൻ്റെ ആദ്യ പകുതിയിൽ സംഭവിക്കും എന്നതാണ്. ഈ 7 വർഷത്തെ ഭരണം വഞ്ചന നിറഞ്ഞതായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതിനാലാണ് വഞ്ചിക്കപ്പെടരുത് എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. എതിർ ക്രിസ്തു ജനസമൂഹത്തെ മുഴുവനും വഞ്ചിക്കുന്നതാണ്. കള്ളപ്രവാചകനും അതേപോലെ ഒട്ടനവധി ആളുകളെ വഞ്ചിക്കും. ഇവർ ഇരുവരും ഈ മേഖലകളിൽ ആധിപത്യം പുലർത്തുന്നതിനോടൊപ്പം ലോകത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അനേകർ രംഗത്ത് വരും. മനുഷ്യരുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും തങ്ങളുടെ കൈവശ ഉപശാന്തി ഉണ്ടെന്ന് അവർ പ്രഖ്യാപിക്കും. കള്ളക്രിസ്തുക്കളൊക്കെ എഴുന്നേൽക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് വ്യക്തമായിട്ട് സംസാരിച്ചു. നിങ്ങൾ വളരെയധികം ശ്രദ്ധയോട് മനസ്സിലാക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ രണ്ടാം വരവ് കഴിഞ്ഞിട്ട് മഹോപദ്രവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി. യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ മഹോപദ്രവ കാലത്ത് രക്ഷയെന്നുള്ളത് ഞാൻ പറഞ്ഞു. നിങ്ങളോട് 1-2 പ്രാവശ്യം ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോഴാണ് നമ്മുടെ രക്ഷ. നമുക്കതുകൊണ്ട് ഈ സമയത്ത് ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഏത് സമയവും ആസന്നമാണ്. ആ വരവിങ്കിൽ നമ്മൾ എടുക്കപ്പെടണം. അതുകൊണ്ട് എഫേസ്യ ലേഖനം 1 അധ്യായം അതിൻ്റെ 4 വാക്യത്തിൽ പറയുന്നത് പോലെ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെ ദൈവം തെരഞ്ഞെടുത്തു എങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധിയോടെ, നിഷ്കളങ്കതയോടെ, നിർമ്മലതയോടെ, നിർവ്യാജ സ്നേഹത്തോടെ, നീതിയോടെ, സത്യത്തോടെ, ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസമെങ്കിലും ഇത് പറയാതിരുന്നാൽ എനിക്കും ഒരു സ്വസ്ഥതയില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വിശുദ്ധരായിരിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നിഷ്കളങ്കരായിരിക്കണം. നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിന് ആകമാനം വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തോട് നമ്മൾ കണ്ണുനീരോട് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ രൂപാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടത്തുള്ളൂ. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടണമെങ്കിൽ നമ്മൾ ജീവിത വിശുദ്ധിയുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം.
നാളെ ഞാനങ്ങ് എൻ്റെ പാപങ്ങളെയൊക്കെ മാറ്റാം, നാളെ ഞാൻ ഈ സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം വരുത്താം എന്ന് പറഞ്ഞാൽ നോ, ഇന്നാണ് നമ്മുടെ സമയം. ഇന്ന് പകൽക്കാലം കഴിഞ്ഞ് ഇന്ന് രാത്രിയാകുമ്പോൾ നമ്മുടെ കർത്താവ്, അല്ലെ ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് വന്നാൽ സ്തോത്രം, നാളെ നമ്മൾ രൂപാന്തരപ്പെടാമെന്ന് പറഞ്ഞാൽ നമ്മൾ കൈവിടപ്പെട്ടു പോകുവാൻ ഇടയാകും. അതുകൊണ്ട് ഏത് സമയവും കർത്താവിൻ്റെ വരവ് ആസന്നമാണ്. അതുകൊണ്ട് മനസാക്ഷിക്ക്, അതെ, ദൈവത്തോടുള്ള ബന്ധത്തിലും സ്വയത്തിലും മനുഷ്യരുമായുള്ള ബന്ധത്തിലും കുറ്റമറ്റ മനസാക്ഷിയുള്ളവരായി ജീവിക്കാൻ ദൈവസന്നിധിയിൽ കണ്ണുനീരോട് പ്രാർത്ഥിച്ച്, അതെ, കുറേ നമ്മുടേതായ ലോകത്തിൻ്റേതായ കുറേ കാര്യങ്ങൾ സെറ്റപ്പ് ഉണ്ടാക്കാനല്ല നെട്ടോട്ടം ഓടേണ്ടത്. പിന്നെയോ നമ്മുടെ കർത്താവ് ഏത് സമയവും വരും. ആ സമയത്ത് നമ്മൾ ഒരുക്കപ്പെട്ട മനസ്സില്ലാത്തവരാണെങ്കിൽ കൈവിടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ ഒന്നാമതായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം, കർത്താവെ എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഞാൻ ഏതൊക്കെ മേഖലകളിൽ മാനസാന്തരപ്പെടാനുണ്ടോ പിതാവേ, അവിടൊക്കെയും ഞാനൊന്ന് മാനസാന്തരപ്പെടുവാൻ. ഹല്ലേലൂയ. ഏതൊക്കെ നമ്മളൊരു സമൂഹ ജീവിയാണ്. നമ്മൾ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിലും സമൂഹമായിട്ടുള്ള ബന്ധത്തിലും നമ്മൾ എല്ലാവരുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമ്മൾ അതെ ചേർന്ന് കിടക്കുന്നവരാണ്. അതുകൊണ്ട് ഏതൊക്കെ മേഖലകളിൽ നമ്മൾക്ക് ബന്ധമുണ്ടോ ആ മേഖലകളിലെല്ലാം നമ്മൾ വിശ്വസ്തരെന്ന് എണ്ണുവാൻ തക്കവണ്ണം കർത്താവ് ചോദിക്കുന്നൊരു കാര്യം, വിശ്വസ്തദാസിയേ, വിശ്വസ്തദാസനെ എന്ന് വിളിക്കുമ്പോൾ നമ്മൾക്ക് പ്രാഗൽഭ്യത്തോടെ അപ്പയുടെ അടുത്ത് പോകണമെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരുക്കമുള്ളൊരു മനസ്സ്, ഒരുക്കമുള്ളൊരു ശരീരം, ഒരുക്കമുള്ളൊരു ആത്മാവ്, അങ്ങനെയുള്ള ഒരു ആത്മാവോട് കൂടി പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നമ്മളെ സഹായിക്കട്ടെ. അതിനായിട്ട് ദൈവകരങ്ങളിൽ നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഇവിടെ നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വസ്തയോട് ജീവിപ്പാൻ ഇന്ന് പകൽക്കാലവും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിനായി ദൈവകരങ്ങളിൽ നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം. ദയവായി ഈ വചനം കേൾക്കുകയും വചനം കേട്ട് അതനുസരിച്ച് ജീവിപ്പാൻ സഹായിക്കണമെന്നും ഇന്ന് പകൽക്കാലം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കേട്ട വചനത്തിൻ്റെ മുന്നിലും അപ്പോൾ തന്നെ ഹല്ലേലൂയ, ഇന്ന് ഓരോ വ്യക്തികളും നമ്മളോട് പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടവരുടെ വിഷയങ്ങളും അപ്പോൾ തന്നെ ദേശത്തെയും രാജ്യത്തെയും ലോകരാജ്യങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് എനിക്ക് തോന്നുന്നു ഈ വചനം ഇന്ന് എടുത്തിട്ടത് കൊണ്ട് ഇച്ചിരി സമയം അതേ മുന്നോട്ട് പോയിട്ടുണ്ട്. എങ്കിലും ഹല്ലേലൂയ, ദൈവവചനം കേൾക്കുവാൻ നമ്മുടെ കാതുകളെ വെച്ചു കൊടുക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മൾക്ക് ഈ നഷ്ടപ്പെട്ട, അല്ലെ നമ്മൾ ഈ സമയം നമ്മൾ അത്രത്തോളം ഇരുന്നെങ്കിൽ ആ സമയത്തിന് എന്തെല്ലാം കാര്യങ്ങളാണോ അതത്രയും സ്പീഡിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നേടിത്തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിൻ്റെ അത്രയും സന്തോഷം വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. മിക്കപ്പോഴും അതെ കമൻറ്റ് ബോക്സിൽ അതെ കമൻറ്റ് ചെയ്യുന്ന കമൻറ്റ് എഴുതുന്ന വ്യക്തികൾ അല്ലെ പലരും എന്നെ വോയിസ് ഇടാറുണ്ട്, അല്ലെങ്കിൽ എന്നെ വിളിക്കാറുണ്ട്. ഇന്ന് ഒരു വ്യക്തി ഹല്ലേലൂയ എന്നോട് പറഞ്ഞു, ആൻറ്റി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എൻ്റെ മാത്രം പ്രാർത്ഥനയല്ല, കേൾക്കുന്ന നിങ്ങളും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ബ്രദർ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതെ തൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന വീല് ഊരി തെറിച്ചങ്ങ് പോയി. എന്നാലും വണ്ടി ഒരു 2 വീലറാണ്. ആ വണ്ടി അവിടെ തന്നെ നിന്നു. പുറകിലിരുന്ന ആളിനും മുന്നിലിരുന്ന ആളിനും ഒരു കുഴപ്പവും വരാതെ അവിടെ തന്നെ നിന്നു. ജനമെല്ലാം കൂടി വീല് തെറിച്ചു പോകുന്നുണ്ട്. പക്ഷെങ്കിൽ അവർക്കൊന്നും സംഭവിച്ചില്ല. ദൈവത്തിൻ്റെ ഉള്ളം കരത്തിൽ തൻ്റെ പൈതലിനെ താങ്ങി. ഹല്ലേലൂയ. അപ്പോൾ തന്നെ എനിക്ക് അത് സാക്ഷ്യമായിട്ട് എന്നോട് വിളിച്ചു പറയുവാനിടയായി. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെയും നിശ്ചയമായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, വിവിധ കഷ്ടങ്ങളായി, വിവിധ വിഷയങ്ങളായി, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായി, രോഗികളായി ഭാരപ്പെടുന്ന പലരും ഹല്ലേലൂയ നമ്മളെ വിളിക്കുവാനും ഇടയായി. അവരെ എല്ലാം ഓർത്ത് നമുക്കിന്ന് സ്തോത്രം ചെയ്യാം. നാളെ ഇതുപോലൊരു റിസൾട്ട് അതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടതുപോലെ അവർക്കും ആത്മീകമായും ഭൗതികമായും വിവിധ അനുഗ്രഹങ്ങൾ ലഭിപ്പാൻ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളിന്ന് പാടി വചനം അങ്ങ് തന്ന ആ വചനം ഞങ്ങൾ ഷെയർ ചെയ്തു. അപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ഒരു മനസ്സോട് ഒരാത്മാവോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അവിടവിടങ്ങളിലായിരുന്ന് വചനം ശ്രവിച്ചു. അവർക്കത് 30, 60, 100 മേനിയായി ഫലം കായ്പാൻ കർത്താവ് സഹായിക്കണമേ. സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകളെ കൊണ്ട് നിറയ്ക്കണമേ.
ഞങ്ങൾ ഒരുമിച്ച് പാടി, ഒരുമിച്ച് മെസ്സേജ് കേട്ടു, ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി നിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വിവിധ വിഷയങ്ങളായി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട മക്കൾ, അവരെല്ലാം തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഇന്ന് വളരെ വേദനയോട് കണ്ണുനീരോടെ ഒരു സിസ്റ്റർ വിളിച്ചു, അവരുടെ ആവശ്യങ്ങളെ പറഞ്ഞു. കർത്താവെ, ആ വിഷയത്തിൻ്റെ മേൽ നീ അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. കർത്താവെ, നാളെ അതെ കടക്കാര് വീട്ടിൽ വന്ന് കയറും, അവരെന്നെ വളരെയധികം അസ്വസ്ഥതപ്പെടുത്തും, ഞാൻ എങ്ങനെയാണ് അവരെ ഫേസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അതിനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കണമേ ആൻറ്റി എന്ന് പറഞ്ഞു. ദൈവമേ, അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയതിനായി സ്തോത്രം. ഇനിയും സാമ്പത്തിക ബാധ്യതയൊന്നും ഉണ്ടാക്കത്തില്ല എന്നൊരു തീരുമാനമെടുത്ത് ദൈവസന്നിധി സമർപ്പിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടാൻ പോകുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. അപ്പോൾ തന്നെ ഇന്ന് കർത്താവെ, ആപത്തുകൾ, അനർത്ഥങ്ങൾ, മരണക്കെട്ടുകളിൽ നിന്ന് നിൻ്റെ മക്കളെല്ലാം വിടുവിച്ചതിനായി സ്തോത്രം. രോഗികളായി പലരും വിളിച്ചു, അവരെ കർത്താവിൻ്റെ കരങ്ങളിൽ, വിദ്യാഭ്യാസ സംബന്ധമായ കുഞ്ഞുങ്ങൾ, കർത്താവ് കോളേജിൽ പഠിക്കുന്ന ഞങ്ങളുടെ മക്കൾ, അവരൊക്കെ ഞങ്ങളെ ഓരോരുത്തരും വിളിച്ചു. അവരുടെ വിഷയത്തിൻ്റെ മേൽ മാതാപിതാക്കൾ കർത്താവെ അവരുടെ ഹല്ലേലൂയ മക്കളുടെ വിവാഹത്തെ പറ്റി പറഞ്ഞു. ഹല്ലേലൂയ ജോലിക്കായി ആഗ്രഹിക്കുന്നവർ, കർത്താവെ തലമുറകളില്ലാത്തവർ, അങ്ങനെ വിവിധ ആവശ്യങ്ങളായി പറഞ്ഞവരെ എല്ലാം തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ തന്നെ റെയർ കേസിലാണെങ്കിലും പലരും ഞങ്ങളോട് സംസാരിച്ചു, ദൈവമേ ഹല്ലേലൂയ ആത്മീക വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. നിൻ്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. അവർക്ക് ദൈവത്തെക്കുറിച്ചൊരു ആകാംക്ഷ, ദൈവത്തെക്കുറിച്ചൊരു ആഗ്രഹം തോന്നിയല്ലോ, അതിന് നന്ദി പറയുന്നു. കർത്താവരെ അനുഗ്രഹിക്കണമേ. അപ്പോൾ തന്നെ ഞങ്ങൾ പാർക്കുന്ന ഈ കർണാടക സംസ്ഥാനത്തോട് കരുണ തോന്നണമേ. കർത്താവെ, 31 ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ, ഉൾഗ്രാമങ്ങളിൽ സുവിശേഷമായി എത്തപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. അനേക ആത്മാക്കൾ ഇവിടെ വിടുവിക്കപ്പെടട്ടെ. സകലരും കർത്താവെ ദൈവത്തിൽ ആശ്രയിക്കട്ടെ. കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബങ്ങൾ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ശക്തമായി ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരെ വെല്ലുവിളിക്കുന്ന സകല ഇരുളിൻ്റെ മണ്ഡലങ്ങളിൽ നിന്ന് കർത്താവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തെ സകല ജനത്തെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മതസ്ഥരെയും ഭരണാധികാരികളെയും ഏൽപ്പിക്കുന്നു. പ്രത്യേകം ഞങ്ങൾ കർത്താവെ കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ജില്ലകളും ദൈവപ്രവൃത്തി വെളിപ്പെടണം. കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി തീർത്തതിനായി സ്തോത്രം. കർത്താവെ, അത് ഉരുൾപൊട്ടൽ നടന്ന ആ ദേശത്തിന് വേണ്ടി, വയനാട് പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങൾ, ശേഷിച്ച നിൻ്റെ മക്കൾ കർത്താവെ സ്തോത്രം, വേണ്ട ആശ്വാസവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാരംഭത്തിൽ പാടിയ പാട്ട് പോലെ ധനവും മാനവും കർത്താവെ ഇതൊന്നും ഞങ്ങൾക്ക് ശാന്തി തരത്തില്ല, അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തീരുന്നതാണ്. ഏത് സമയവും കർത്താവെ ഹല്ലേലൂയ സകലം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ നഷ്ടപ്പെട്ടു പോകാൻ നശിക്കാത്ത ഒരൊറ്റയൊരു കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അങ്ങയുടെ വചനവുമാണ്. അത് നിലനിൽക്കുന്ന ആത്മാവിൻ്റെ പുതുക്കത്താൽ ഞങ്ങൾ നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 28 സ്റ്റേറ്റുകൾക്ക് വേണ്ടി, 9 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല ഭരണാധികാരികളെയും മത നേതാക്കന്മാരെയും ഏൽപ്പിക്കുന്നു. ജയിലറുകൾ കിടക്കുന്ന കർത്താവിൻ്റെ സുവിശേഷ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജനവാസമുള്ള 5 ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എവിടൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമോ അവിടൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. എവിടൊക്കെ ഉണർവിൻ്റെ കാറ്റ് അയക്കണമോ അവിടൊക്കെ ഉണർവിൻ്റെ കാറ്റ് 24 തന്നെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയിൽ ഭാരത്തോടെ ആത്മഭാരത്തോട് പ്രാർത്ഥിപ്പാൻ പിന്നെ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മേഖലകളും പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൂടിയിരിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സുവിശേഷം അറിയിക്കുന്നതിനും ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ദൈവവുമായുള്ള നല്ല ബന്ധത്തിന് സ്ഥാപിക്കുന്നതിനും തടസ്സമായി നിൽക്കുന്ന സകല ഇരുളിന്റെ മണ്ഡലങ്ങളുടെ മേൽ സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ സകല അന്ധകാര ശക്തികളും വേരോടെ പിഴുതുപോകട്ടെ. കർത്താവെ, ആരൊക്കെ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടോ, ആരൊക്കെ ഈ മെസ്സേജിൻ്റെ മുന്നിൽ ഇരിക്കുന്നുവോ, ആരൊക്കെ ഇനിയും കേൾക്കുവാനിരിക്കുന്നോ, അവരെയെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം സകലവിധമായ നന്മകൾ കൊണ്ട് ഞങ്ങളെ നിറച്ചതിനെ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് പകൽക്കാലവും സർവ്വവിധമായ അനുഗ്രഹങ്ങളാലും ഐശ്വര്യത്താലും ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനം കൊണ്ട് നിറയട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.